ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ചിക്കനും സ്വീറ്റ് കോണൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് കേട്ടോ അപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ ഞാനിപ്പോൾ കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ളത് ചിക്കൻ ആയാലും എല്ലില്ലാത്ത ചിക്കൻ ആയാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഒരു കുക്കറിലേക്ക് ചിക്കന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുക്കറിലല്ലെങ്കിലും സാധാ പാനിലായാലും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പാനിലൊക്കെ ആകുമ്പോൾ കുറേ സമയം വെച്ചിട്ട് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുക്കറിലായിരിക്കും ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. പിന്നെ ഇല്ല, ഈ സൂപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മീഡിയം സൈസിലുള്ള വലിയൊരു പീസ് ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, ഈ 3 ഐറ്റംസും കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂട്ടത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചിക്കൻ മാഗി പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ പൊടി ആയതുകൊണ്ട് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ സൂപ്പൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കൂടുതൽ വെള്ളത്തിൽ നിന്നിട്ട് തന്നെ ഇത് വെന്ത് കിട്ടണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ 6-7 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ ആകുമ്പോൾ 6-7 വിസിലുകൊണ്ട് അങ്ങനെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ആ എല്ലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചിയിട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലൊക്കെ കളഞ്ഞിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ പീസൊക്കെ വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ കണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതുപോലെ തന്നെ ചിക്കൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ചിക്കൻ പീസൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ കുക്കറിൽ തന്നെ നമുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സൗകര്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അടഞ്ഞിട്ടുണ്ടാകും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിപ്പോൾ കുറച്ച് 1/2 കപ്പോളം സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് കോണൊക്കെ നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 മുട്ടയുടെ വൈറ്റ് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ചിട്ടുണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കുന്ന പാട തന്നെ ഇതുപോലെ ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അയാണ് കറക്റ്റായിട്ട് മുട്ട കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചെറിയ പീസായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടുക. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മറ്റൊരു കൈ കൊണ്ട് ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ വരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ മുട്ടയൊക്കെ നന്നായിട്ടുണ്ടെന്ന് കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, അതിൽ എല്ലൊക്കെ റിമൂവ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ചെറിയ പീസാക്കിയിട്ട് പിച്ചി എടുത്തതാണ്. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുറച്ച് ഓട്സാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സൂപ്പാകുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു രൂപത്തിലല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓട്സിന് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട്. എനിക്കിപ്പോൾ പേഴ്സണലി ഇതിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓട്സ് തന്നെയാണ്. അപ്പോൾ ഓട്സ് ഞാനിപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല, തനിയെ തന്നെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം തന്നെ ഒരു ചെറിയൊരു കൊഴുപ്പായിട്ട് മാറില്ല.
ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഓട്സ് കയ്യിലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തന്നെ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലവർ ആയാലും ഓട്സ് ആയാലും ഒക്കെ അത് വേവുന്ന ഒരു സമയം കൂടെ നമുക്കത് തിളപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ സ്വീറ്റ് കോണും ഓട്സ് ആയാലും കോൺഫ്ലവർ ആയാലും മുട്ടായാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ നമുക്കത് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വെള്ളം നല്ല കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെ, നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അത് വേണമെങ്കിലൊക്കെ കയ്യിലുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഉണ്ടല്ലോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിലായാലും. അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. ചെയ്ത് നോക്കിയാൽ സ്പ്രിംഗ് ഓണിയനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ച് ടൈം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് മട്ടനൊക്കെ ഉണ്ടെങ്കിലും സൂപ്പ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് ഞാൻ പിന്നീട് അപ്ലോഡാക്കി തരണ്ട്. കണ്ടല്ലോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു സോപ്പിൻ്റെ റെസിപ്പി ഇനി ചിക്കൻ കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.